ഇക്കഴിഞ്ഞ നവംബർ 26-ന്, അതായത് മുംബൈ ഭീകരാക്രമണത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, അതുപോലെ വാർത്താ ചാനലുകൾ ഇവരെല്ലാം പ്രശംസിച്ച ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതായത് നമ്മുടെ അഭിമാനകരമായ ഒരു ആംഡ് ഫോഴ്സ്, അതായത് NSG അഥവാ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, അതിനുശേഷം നടന്ന ഇന്ദിരാഗാന്ധി വധം, ഇതിനൊക്കെ തുടർന്ന് 1984-ൽ രൂപീകരിച്ച ഒരു എലൈറ്റ് ഫോഴ്സസ് ആണ് ഈ പറയുന്ന NSG അഥവാ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്. ഇവരുടെ പ്രധാന ദൗത്യം എന്നത് കൗണ്ടർ ടെററിസം ആക്ടിവിറ്റീസ് തന്നെയാണ്. അസാധാരണമായ സാഹചര്യങ്ങൾ ഉടലെടുക്കുന്ന അവസരങ്ങളിൽ കരിമ്പൂച്ചകൾ എന്ന് പറയപ്പെടുന്ന ഈ പ്രത്യേക സേനാ വിഭാഗം അന്തകരായിട്ട് ഭീകരർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളെല്ലാം വളരെ കൃത്യതയോടെ, അതായത് ഒരു പിഴവ് പോലും ഇല്ലാതെ 100% അക്യുറസിയിൽ പൂർത്തീകരിക്കുന്നതുകൊണ്ട് തന്നെ ഈ NSG അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സീറോ എറർ ഫോഴ്സ്. 1984 ഒക്ടോബർ 16-നാണ് ഈ സേനാ വിഭാഗം നിലവിൽ വരുന്നതെങ്കിലും 1986-ലെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ആക്ട് പാർലമെന്റ് പാസ്സാക്കുന്നതോടെയാണ് ഈ സേനാ വിഭാഗം ഔദ്യോഗികമാകുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1986 സെപ്റ്റംബർ 22-ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഈ സേനാ വിഭാഗത്തെ നയിക്കുന്നത് ഡയറക്ടർ ജനറൽ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ നിലവിലെ കീഴ്വഴക്കനുസരിച്ചിട്ട് ഒരു IPS ഓഫീസറായിരിക്കും ഈ ഡയറക്ടർ ജനറൽ അഥവാ DG റാങ്കിലേക്ക് എത്തുന്നത്. ഭീകരവാദ ഭീഷണികളെ നേരിടുന്നതിനോടൊപ്പം തന്നെ ഇവരുടെ മറ്റ് പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആയിട്ട് വരുന്നത് ഒന്ന് ഹൈ ത്രെറ്റ് ഉള്ള VIP-കൾക്ക് സെക്യൂരിറ്റി നൽകുക എന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ഹൈജാക്കിംഗ് ഭീഷണികളെ നേരിടുക, ബന്ദികളായിട്ടുള്ളവരെ മോചിപ്പിക്കുക, ബോംബുകൾ നിർവീര്യമാക്കുക, അതുപോലെ തന്നെ സ്ഫോടനാനന്തര ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് പോസ്റ്റ് ബ്ലാസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻസ് നടപ്പിലാക്കുക തുടങ്ങിയവയാണ്. NSG-യിൽ തന്നെ 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന് SAG, അതായത് സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ്. രണ്ടാമതാണ് SRG എന്ന് പറയും, അതായത് സ്പെഷ്യൽ റേഞ്ചേഴ്സ് ഗ്രൂപ്പ്. ഇന്ത്യയിലും വിദേശത്തുമായി നടക്കുന്ന ബോംബിംഗ് ആക്ടിവിറ്റീസ്, ഇതിന്റെ ഇൻഫർമേഷനുള്ള കാര്യങ്ങളെല്ലാം പരിപാലിക്കുന്ന ഒരു നാഷണൽ ബോംബിംഗ് ഡാറ്റ സെന്റർ, ഇത് പരിപാലിക്കുന്ന ഉത്തരവാദിത്വം ഈ NSG-യുടെയാണ്. അപ്പോൾ NSG-യെ പറ്റിയുള്ള മറ്റ് ഫാക്റ്റുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക.